നമസ്കാരം. ഈസ് ഇറ്റ് ചാരിറ്റി ഓർ ജസ്റ്റ് ഷോയിങ് ഓഫ്? ഇത് കാരുണ്യ പ്രവർത്തനമാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ഓഫാണ്? ആദ്യമേ പറയാം, ചില സംഘടനകൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവർ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് മറ്റുള്ളവരെ അറിയുവാനും അങ്ങനെ അത് ചിലപ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടതിൻ്റെ ഭാഗമായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് വീണ്ടും വീണ്ടും ഫണ്ട് കിട്ടണമെങ്കിൽ തീർച്ചയായും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം. ഞാൻ അവരെ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്. കാരണം അതിന് ചില അവരുടേതായ ന്യായങ്ങളുണ്ട്, അത് ആവശ്യവുമായിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ചില വ്യക്തികൾ സഹായം കൊടുക്കുമ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു സ്വകാര്യമായ സന്തോഷം, ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, ഇത് നമ്മൾ പോയി ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവിടെയുള്ള ആളുകളുമായി നമ്മൾ അവരോടൊപ്പം ആഹാരം കഴിക്കുകയോ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് ഇത് പോസ്റ്റ് ഇടുന്നു, പബ്ലിസിറ്റി കൊടുക്കുന്നു. ഇത് ശരിയാണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ രണ്ട് കാര്യങ്ങളും രണ്ട് രീതിയിലുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യകാലങ്ങളിൽ ചാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ പബ്ലിസിറ്റി, കാര്യം അത് ക്ലബ്ബ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ലബിന് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലായി, ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഒരു ട്രസ്റ്റ് വഴി ചാറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ആരെയും വിമർശിക്കാനല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം അതൊരു പബ്ലിസിറ്റിക്കാവരുത്. ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് എം കുഞ്ഞുഞ്ഞ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരിടത്തും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. ഇനി ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറയരുത്. ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ആരെയും വിളിക്കുന്നില്ല. ഞാൻ നല്ലവനായതു അല്ലെങ്കിൽ ഏറ്റവും വ്യക്തി ഇതായതുകൊണ്ടല്ല. അവിടെ വന്ന് ഈ ചാരിറ്റി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തികളുടെ മനസ്സ് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന സഹായം ഫോട്ടോ ഇടുകയോ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അല്ലെ അവരെ വിളിച്ച് ഇത് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന വിഷമം എന്തുമാത്രമാണ്. അവർക്ക് ഗതികേട് കൊണ്ടാണ് ഒരു സഹായം സ്വീകരിക്കുന്നത്. ഈ ഗതികേട് കൊണ്ട് സ്വീകരിക്കുന്ന സഹായം പബ്ലിസിറ്റിയിലേക്ക് വരുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക വിഷമം എന്തുവാണ്? ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാര്യം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസാക്ഷിക്ക് തോന്നിയപ്പോൾ അത് മാറ്റിവെച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റുകൾ തിരുത്താനുള്ളതാണ്. അപ്പോഴാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഈ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു. നിങ്ങളിൽ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്വീകരിക്കേണ്ട. കാര്യം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നമ്മൾ പരസ്യപ്പെടുത്തുമ്പോൾ അല്ലെ അവരെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ആത്മനിന്ദ, ഗതികേട് കൊണ്ട് വാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അനുഭവിക്കുന്ന ആത്മനിന്ദ നമുക്ക് ചിലപ്പോൾ ഗുണത്തേക്കാൾ ഉപരി ദോഷമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് നമുക്കുള്ള പ്രതിഫലം മുകളിൽ നിന്ന് ലഭിക്കും. ഈശ്വരനുണ്ട്, ഈശ്വരൻ തരും, അല്ലെ പ്രപഞ്ചം തരും. അതാ എങ്ങനെ വേണേ കരുതിക്കൊള്ളാം. ഇല്ല, ഇതൊന്നു വേണ്ടി ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ അതൊരു ഫോട്ടോ എടുക്കുമ്പോൾ, നമ്മളൊരു ആഹാരം കൊടുത്തിട്ട് അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെ ചോറ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ വളരെ മോശമല്ലേ? ചിന്തിച്ചു നോക്കുക. ആരോടും വഴക്കിനോ അല്ലെ വാദപ്രതിവാദത്തിനോ ഇല്ല. ഇതൊരു വാദത്തിലേക്ക് പോകാൻ വേണ്ടിയുമല്ല. ഞാൻ ആരെയും വിമർശിക്കാനുള്ള യാതൊരു കഴിവോ അല്ലെ അങ്ങനെ ഒരു കഴിവോ അല്ലെങ്കിൽ അതിന് തക്ക അറിവോ ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കാര്യം ചാരിറ്റി ചെയ്യുമ്പോൾ അത് ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയരുതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്നത് സന്തോഷമായിട്ട് കൊടുക്കുക. നമുക്ക് വേണേൽ അവരോടൊപ്പം ഒരു ഫോട്ടോ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഫോട്ടോ, അവർ കഴിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വേണേൽ ഒരു ഫോട്ടോ എടുക്കാം. അത് പബ്ലിസിറ്റി ചെയ്യരുത്. നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാനായിട്ട് നമ്മളും അവരോടൊപ്പം ഇരുന്നുള്ള ഒരു ഫോട്ടോ എടുക്കാം. അല്ല അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ, അല്ലെ അവർക്ക് വസ്ത്രം കൊടുക്കുന്ന വീഡിയോ, അല്ലെ അവർക്ക് എന്തെങ്കിലും വൈകല്യ ഉപകരണങ്ങൾ കൊടുക്കുന്ന ഇതൊക്കെ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക വിഷമം കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത്ര മാത്രമേ ഞാൻ ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് അവരുടെ മനസ്സിലേക്ക് ഈ മെസ്സേജ് ഒന്ന് കടന്നു വരട്ടെ എന്ന് ഞാൻ ഓർത്തുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.